നിലവിലെ സാഹചര്യം വിലയിരുത്തലുകൾ ഒക്കെയാണ് ഇസ്രായേൽ യുദ്ധത്തിൽ കാണുന്നത്. ഇസ്രായേൽ കനത്ത തിരിച്ചടി നൽകും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹമാസ് ഹിസ്ബുള്ള ഭീകരർക്കെതിരെ ഇത്തരത്തിൽ ഇസ്രായേലിന്റെ നീക്കം നടക്കുമ്പോൾ അത് ഭീകരതയെ തച്ചുടയ്ക്കും, അവരുടെ വേരറുക്കുമെന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. അല്ല, ഇത് ഒരാഗോള പശ്ചിമേഷ്യ മുഴുവൻ ഈ യുദ്ധത്തിന്റെ നിഴലിലാണ്. പലരും വാർത്തകൾ പടച്ചുവിടുന്നുണ്ട്, ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കും അല്ലെങ്കിൽ തിരിച്ചു തകർക്കും. ഇത് എവിടെ തകർന്നാലും ഇതൊക്കെ ഒരു ടാവട്ടം പ്രദേശത്താണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അത്യാധുനിക ആണവ നിലയങ്ങൾ ഇതൊക്കെ തന്നെ പൊട്ടിയാൽ, ഇറാനിൽ പൊട്ടിയാൽ ഇറാൻകാർ മാത്രമല്ല മരിക്കുക, അത് എങ്ങോട്ട് പോകും, എത്ര കണ്ട് എന്തൊക്കെ ഭവിഷ്യത്ത് ഉണ്ടാവും, അത് ലോകം തന്നെ നശിപ്പിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതാരും തുറന്നു വിട്ടു നോക്കിയിട്ടില്ലല്ലോ. ഇതൊക്കെ ഒരു ശാസ്ത്രത്തിന്റെ കണക്കുകൂട്ടലാണ് ഉള്ളത്. അപ്പൊ അതങ്ങ് പരന്നിട്ട് ചെയിൻ റിയാക്ഷൻ അങ്ങ് വരുന്ന സമയത്ത് എത്ര ശക്തിയിലാണ് എന്നുള്ളത്, കാരണം ഇറാൻ്റെതൊന്നും ആർക്കും അറിയില്ല. എത്ര ശക്തിയിലുള്ള ആണവ ബോംബുകളാണ് അവർ ഉണ്ടാക്കി വെച്ചത്, അല്ലെങ്കിൽ അവരുടെ റിയാക്ടർ എത്ര ശക്തി, ഒന്നും ആർക്കും അറിയില്ലല്ലോ. അതേപോലെ തന്നെ ഇസ്രായേലിന്റെ കൈവശം എന്തൊക്കെ ഉണ്ട് ഇതൊന്നും അറിയില്ല. ഇപ്പൊ ഇസ്രായേൽ പൂർണ്ണമായ സുരക്ഷിത എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നെവാത്യം എയർബേസിൽ അവിടെ മിസൈൽ ചെന്ന് വീണു. അപ്പോൾ ഇസ്രായേൽ ഇന്ന് വിശദീകരണം പറയുന്നത് കാര്യമായ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, കുറച്ച് ചില ഭാഗങ്ങളിൽ സുഷിരം വന്നിട്ടേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അവിടെ വീണോ? പൂർണ്ണമായിട്ടും ആകാശത്ത് വെച്ച് ഇതൊക്കെ തടയാൻ കഴിയുന്ന ഒരു സംവിധാനത്തെ മറികടന്നുകൊണ്ട് അവിടെ നവാത്തിം എയർബേസിൽ ഇറാൻ അയച്ചിരിക്കുന്ന മിസൈൽ വീണിരിക്കുന്നു. അവിടെ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. അത് ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന പത്രം അവര് അതിന്റെ സാറ്റലൈറ്റ് ചിത്രം പുറത്തു വിടുകയും ചെയ്തു. അവിടുത്തെ ഗവൺമെന്റിന്റെ പെർമിഷനോട് കൂടി സാറ്റലൈറ്റ് ചിത്രം കഴിഞ്ഞ ദിവസം പുറത്തു വിട്ടു. അപ്പൊ അതിൽ ഇതൊക്കെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു രാജ്യവും സുരക്ഷിതമൊന്നുമല്ല. അപ്പോൾ ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുക അല്ലെങ്കിൽ ബോംബിടുക ഇതൊക്കെ നടന്നിരിക്കാം. പക്ഷേ ഒരു രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധം വരുന്ന സമയത്ത് പണ്ട് ചെയ്തതുപോലെയൊന്നും ആക്രമിച്ചുകൊണ്ട് ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ ഇറാനും ഇതൊക്കെ മനസ്സിലാക്കുന്ന ആളുകളാണല്ലോ. അപ്പൊ അവർക്കും അവരുടേതായ രീതികളുണ്ടാവും, ഹിസ്ബുള്ളക്ക് അവരുടേതായ രീതികളുണ്ടാവും, ഇസ്രായേലിന്റെ രീതികളുണ്ടാവും. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞു വരും വളരെ വ്യക്തമാണ്, ഇതിനൊരു ശാശ്വത പരിഹാരം ഓസ്ലോ ഉടമ്പടി സമ്പൂർണ്ണമായി നടപ്പിലാക്കിക്കൊണ്ട് ദ്വിരാഷ്ട്ര പരിഹാരത്തിലേക്ക് പോകാത്തിടത്തോളം കാലം, ലോകാവസാനം വരെ ഇസ്രായേൽ പലസ്തീൻ ഏറ്റുമുട്ടലുകളും തീവ്രവാദ പ്രസ്ഥാനങ്ങളും അതിന്റെ മോചന പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ വിമോചന പ്രസ്ഥാനങ്ങളും ഒക്കെ ഉദയം ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്ന് ഹിസ്ബുള്ളയാണെങ്കിൽ നാളെ മറ്റൊരു സംഘടന വരും. ഓരോ കാലത്തും മാറി മാറി വരും, പലതരം ആയുധങ്ങൾ പ്രയോഗിക്കും. ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഒരു കാലത്തും സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയില്ല. മറുഭാഗത്ത് പലസ്തീനികൾക്ക് എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് അവരും നടക്കും. അവരൊക്കെ അഭയാർത്ഥി ക്യാമ്പുകളിലും അതേപോലെ തന്നെ മറ്റു കേന്ദ്രങ്ങളിലുമൊക്കെ ആയിട്ട് യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരായിട്ട് അവരും നടക്കും. അപ്പോൾ ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ആ ഓസ്ലോ ഉടമ്പടി സമ്പൂർണ്ണമായി നടപ്പിലാക്കി പൂർണ്ണമായും രണ്ട് രാജ്യങ്ങൾ ഉണ്ടായി, രണ്ട് സ്ഥലത്തായിട്ട് കൃത്യമായിട്ട് സമാധാന ചർച്ചയിലൂടെ ഒരു പരിഹാരം ഉണ്ടാക്കിയാൽ ലെബനോണിലെ ജനങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാം, സ്വസ്ഥമായി ജീവിക്കാം, പലസ്തീനിലെ ജനങ്ങൾക്ക് ജീവിക്കാം, ഇസ്രായേലിലെ ജനങ്ങൾക്ക് ജീവിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷേ ഇസ്രായേൽ എല്ലാ കാലത്തും ഇത് അട്ടിമറിക്കുന്നു. അവിടെയാ പ്രശ്നം. ഈ ചർച്ച നടത്തി തീരുമാനം എടുക്കുമ്പോഴത്തേക്കും അട്ടിമറിക്കുന്നു. അവിടെ പലസ്തീൻ ജനങ്ങളുള്ള മേഖലയിലേക്ക് കുടിയേറ്റം വ്യാപിപ്പിച്ചുകൊണ്ട് സെറ്റിൽമെന്റ് കോളനികൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ പ്രകോപനം സൃഷ്ടിക്കുകയാണ്. അതാണ് യഥാർത്ഥ പ്രശ്നം. അത് പരിഹരിക്കപ്പെടണം. അല്ലാതെ എങ്ങനെ ഇവിടെ ഈ ദുരാഷ്ട്രവാദം അംഗീകരിക്കുകയാണെങ്കിൽ സമാധാനം വരും എന്ന് താങ്കൾ പറയുമ്പോൾ ഇറാന്റെ നിലപാടുകൾ കൂടി ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? അല്ല, ഇറാൻ ഇവിടെ എന്താന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവർക്ക് അവരുടേതായ രാഷ്ട്രീയം, അവര് ഒരു അക്രമത്തിൽ എന്താ പറയാ അതിക്രൂരമായി ആക്രമിക്കപ്പെടുന്ന, കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനവിഭാഗത്തിനോട് അവര് സഹതാപം കാണിക്കുന്നു, അവർക്ക് പിന്തുണ കൊടുക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവര് നേരിട്ടല്ല ഹിസ്ബുള്ളയെ അവർ സഹായിക്കുന്നു എന്ന് ലോകം മുഴുവൻ പറയുന്നു. ഹിസ്ബുള്ളയെ സഹായിക്കുന്നതിന്റെ പേരിൽ ഇറാന് നേരെ ഇസ്രായേൽ അക്രമം നടത്തുന്നു, ആ ഇസ്രായേലിന് നേരെ ഇറാനും അക്രമം നടത്തുന്നു. ഇവിടെ ഹിസ്ബുള്ളക്ക് ആയുധം എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത് ഇസ്രായേൽ ആരോപിക്കുക എന്നല്ലാതെ ലോകം മുഴുവൻ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഒരു ആരോപണമാണ്. ഹിസ്ബുള്ള ഷിയാക്കളായതുകൊണ്ട്, അതിന്റെ നേതൃത്വമൊക്കെ ഷിയാക്കളായതുകൊണ്ട് ടെഹ്റാനിൽ നിന്നാണ് ആയുധങ്ങൾ കിട്ടുന്നത്. അത്യാധുനിക ആയുധങ്ങൾ എന്നൊന്നും പറയാൻ സാധിക്കില്ല. അവരുടെ മനഃശക്തി കൊണ്ട് കുറെ പ്രതിരോധം നടത്തുന്നു. ആ ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോൾ തന്നെ വടക്കൻ ഇസ്രായേൽ, അതായത് ലെബനോണിന്റെ അതിർത്തി പ്രദേശത്ത് നിന്നുള്ള 60,000-ഓളം ഇസ്രായേലി പൗരന്മാർ അവിടെ നൂറുന്നു. അവരുടെ കാര്യവും സങ്കടമാണ്. അവർക്ക് ഒരു സ്ഥലത്ത് ജീവിക്കണ്ടേ. ലോകത്തുള്ള ജനങ്ങളൊക്കെ തന്നെ സുരക്ഷിതവും സമാധാനത്തോടു കൂടി ജീവിക്കണം. എന്നാൽ ഇസ്രായേലിലെ ഭരണകൂടങ്ങൾ ഓരോ കാലത്തും തങ്ങളുടെ അധികാരം നിലനിർത്താൻ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരമുള്ള
ഇപ്പൊ ബെഞ്ചമിൻ നെതന്യാഹുവിനെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ കൂട്ടുകക്ഷി സർക്കാരുമായിട്ട് കടിച്ചു തൂങ്ങണം. അവിടെയുള്ള ജനങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്ന പ്രക്ഷോഭം കാണാൻ ഇതിൽ പോകരുത്. ഈ ബന്ദികളുടെ കുടുംബക്കാർ അവിടെ പ്രക്ഷോഭം നടത്തുന്നു. ഇവിടെ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന സൈനികരുടെ ബന്ധുക്കൾ അവിടെ പ്രതിഷേധമുണ്ട്. ജനങ്ങൾ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ സംസാരിക്കുന്നു. അപ്പൊ ഇദ്ദേഹം അതിതീവ്രമായ നിലപാടിലൂടെ എല്ലാ പലസ്തീനികളെയും കൊന്നൊടുക്കണമെന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം തീവ്ര ജൂത സിയോണിസം അവിടെയുണ്ട്. അവരാണ് ഇതൊക്കെ കുഴപ്പമുണ്ടാക്കുന്നത്. ഇസാഖ് റബീനെ പോലെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളുണ്ട് അവിടെ. ആ പാത പിന്തുടർന്നിരുന്നുവെങ്കിൽ ഇന്ന് ഇസ്രായേലിന് ഈ ഇത്രയും കോടിക്കണക്കിന് രൂപ പ്രതിരോധത്തിന്റെ ചെലവഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് ആ രാജ്യം ഇപ്പോഴുള്ള വികസനത്തെക്കാൾ ഇനിയും, ഇപ്പോൾ വികസനം ഇല്ലാന്നൊന്നുമല്ല, ഇസ്രായേൽ നല്ല വികസനമാണ്. കാരണം അവിടെ പല ഇൻവെൻഷൻ അവരാ ചെയ്യുന്നത്. അപ്പൊ അവർ എത്രയോ കുതിച്ചു വരാമായിരുന്നു. തന്നെയല്ല ആ മേഖലയിലൊക്കെ തന്നെ സമാധാന ജീവിതം കൊടുക്കാൻ സാധിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും അവർ ചെയ്യുന്ന ഈ അക്രമത്തിന്റെ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് സമാധാനം നഷ്ടപ്പെടുന്നു. ഓസ്ലോ ഉടമ്പടി ഇസ്രായേലിൽ ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യവും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും ഇസ്രായേലിനെ കുറെ രാജ്യങ്ങൾ ഇതിന്റെ പേരിൽ അംഗീകരിച്ചു. പക്ഷേ ഇസ്രായേലിലെ ജനങ്ങൾക്ക് സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? പക്ഷേ അവിടെ സമാധാനം പുലരുമോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം.